ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഈ പാകിസ്ഥാനിൽ ലഡു വിതരണവും അതോടൊപ്പം തന്നെ റാലിയുമെല്ലാം സംഘടിപ്പിച്ച ഒരു ക്രിക്കറ്റ് താരമാണ് അഫ്രീദി. ഈ അഫ്രീദിയെ ക്ഷണിച്ചാണ് മലയാളികൾ ദുബായിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മലയാളികൾ ദേശീയത മറന്നുപോയോ? മലയാളികൾ മുഴുവനല്ലെങ്കിൽ പോലും ഒരു ചെറിയ ശതമാനം ആളുകൾ ഡെഫിനറ്റായിട്ടും ഒരു വോക്ക് എന്നൊക്കെ പറയുന്നൊരു സംസ്കാരത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് വീണു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇന്ന റിലീജിയൻ അല്ലെങ്കിൽ ഇന്ന മതക്കാർ എന്നുള്ളതല്ല. ഒരു പക്ഷേ റിലീജിയൻ എബോവ് നാഷണലിസം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടര ആളുകൾ ഡെഫിനറ്റായിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം പറയുന്ന വിഭാഗം ആളുകളുണ്ട്. അവർ വളരെ ശക്തമായി നമുക്കറിയാം ഏത് ഒരു ഓപ്പറേഷൻസ്, ടെറർ ഓപ്പറേഷൻസോ എന്ത് എന്നാലും അൾട്ടിമേറ്റ്ലി വന്ന് തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ ജാതി വർണ്ണ മത വ്യത്യാസമില്ലാതെ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു കഴിഞ്ഞു. കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിട്ട് വേണം നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്ന് പറയുന്ന അവരുടെ ഒരു ബിൽഡിങ്ങിൽ വെച്ച് നടക്കുന്നത് ഒരു യാദൃച്ഛികമായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? നമ്മളെപ്പോലുള്ള ഒരാൾ തിരുവനന്തപുരത്തിരുന്നോ അല്ലെങ്കിൽ കേരളത്തിലിരുന്നോ ഒക്കെ നോക്കുമ്പോൾ വേറെ ദുബായിൽ വേറെ ഒരു ഇവൻ്റ് നടത്താൻ പറ്റുന്ന ഒരു വെന്യൂ ഇല്ലേ എന്ന് ചോദിക്കാം. ഡെഫിനറ്റായിട്ടും അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പലരും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. എസ്പെഷ്യലി ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ ഈ ദുബായിൽ ഒക്കെ ഉള്ള ആളുകൾ അവർ പലപ്പോഴും പറയുന്നത് നമ്മളൊരു അക്രോസ് നാഷണാലിറ്റി, ബംഗ്ലാദേശികളാണെങ്കിലും പാകിസ്ഥാനികളാണെങ്കിലും ഒക്കെ വളരെ സ്നേഹത്തോടെ കഴിയുന്നു എന്ന് പറയുന്നു. പക്ഷേ അവരങ്ങനെയാണോ കാണുന്നതെന്നുള്ളതിനെപ്പറ്റി സംശയമുണ്ട്. കാരണം ഒരു ഭാരതീയനായ ഒരാൾക്ക് ഇൻഡസ് വാട്ടർ ട്രീറ്റി നിർത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ വെള്ളം കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു ന്യൂസ് നമ്മൾ വായിച്ചു. അപ്പോൾ ഈ ദുബായിലുള്ള പാകിസ്ഥാനിലെ ആളുകൾ ഭാരതീയരെ കാണുന്നത് അത്രയും ഒരു ഫ്രണ്ട്ലി ഒരു നേച്ചറാണോ, അല്ലെങ്കിൽ അക്രോസ് ബോർഡ് അല്ലെങ്കിൽ ഒരു ബിയോണ്ട് ബോർഡേഴ്സ് ഒക്കെ ആണോ എന്നുള്ളൊരു സംശയം ഡെഫിനറ്റായിട്ടുണ്ട്. അപ്പം നാച്ചുറലി കുസാറ്റ് പോലുള്ള ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത്, അപ്പം ബുദ്ധിയില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലേബർ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ചെയ്ത ആളുകളാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ എൻജിനീയറിംഗ് ബിരുദധാരികളായിട്ടുള്ള ആളുകൾ പ്രോബബ്ലി എല്ലാവരും തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഉദ്യോഗം നയിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരുടെയും കൂടെ ഒരു ഒത്തുചേർന്ന ഒരു മെമ്മറി സ്റ്റെപ്സ് 2025 എന്നുള്ള ഒരു ഇവൻ്റ് മെയ് 25 പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തുകയും അവിടെ ഒരു പാകിസ്ഥാനി ക്രിക്കറ്റ് അവിചാരിതമായിട്ട് വരികയും അവിടെ നിന്ന് പെട്ടെന്ന് ഇവർ ബൂം ബൂം വിളിച്ച് ആനയിച്ച് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി അവിടെ മുന്നിൽ കൊണ്ട് നിർത്തുകയും അവരെല്ലാവരുടെയും, നമ്മൾ ആ വീഡിയോസ് എല്ലാം കണ്ടതാണ്, ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആക്ച്വലി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു അപ്പോളജി ലെറ്ററും ഒക്കെ കണ്ടു. ഒരു നെയ്ബറിങ് കൺട്രിയിൽ നിന്നുള്ള ആളുകൾ, ചില ക്രിക്കറ്റേഴ്സ്, ഇവരുടെ ഒന്നും പേര് പോലും പറയാൻ വിമുഖത കാണിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പോളജി ലെറ്റർ. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരു ശത്രു രാജ്യത്തിനെ, എസ്പെഷ്യലി ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ, നമ്മുടെ 26 സഹോദരന്മാരെ നമ്മുടെ സഹോദരിമാരുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്ന ഒരു ഇൻസിഡൻറ്റിന് ഒരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഫ്രീദിയാണ് അവിടെ റാലി നടത്തുന്നത്, ആദ്യമായി അവരുടെ വിജയ റാലി. ഈ അഫ്രീദിയുടെ സോഷ്യൽ മീഡിയ ഇതെല്ലാം ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇത് ബാൻഡാണ്, ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാളെ ഒരു എന്താ പറയുന്നത്, ഒരു അംഗീകരിക്കപ്പെടാത്ത ഒരു ആളാണ് ഭാരതം. ഇങ്ങനെ ഒരാളൊരു ക്രിക്കറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പലരെയും ഇമ്രാൻ ഖാനെ ആദരിച്ചിരുന്ന ആളുകളുണ്ട്, ഇവിടുത്തെ ഷോയിബ് മാലിക്, ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്, സഹീർ അബ്ബാസ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരുമായിട്ടും ഒരു 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 ഹീറോ വർഷിപ്പുള്ള ഒരു ക്രിക്കറ്റിൻ്റെ രീതിയിൽ. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത് നടത്തിയതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് തെറ്റിദ്ധരിക്കാനൊക്കില്ല. അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ കണ്ടിന്യൂസ് പ്രോസസ്സിനകത്ത്
ഇവിടെ ഇതിൻ്റെ ബാക്കിലുള്ള ആളുകൾ ആരാണ്, അതിൻ്റെ ഒരു വോക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അതിനു വേണ്ടി ഒരു ഇസ്ലാമികമായ പ്രചാരണം നടത്തുക. അപ്പം ഒരു ഇടയ്ക്കൊരു വീഡിയോ കാണുകയുണ്ടായി. പലയിടത്തും പാകിസ്ഥാനിൽ എന്തുകൊണ്ട് ഭാരതം മുന്നേറുന്നു, പാകിസ്ഥാൻ മുന്നേറുന്നില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് പാകിസ്ഥാനിൽ ചോദിച്ച എല്ലാവരും പറഞ്ഞ അവർക്ക് രാഷ്ട്രമാണോ മതമാണോ വലുത് എന്ന് ചോദിച്ചതിൽ എല്ലാവരും പറഞ്ഞത് അവർക്ക് മതം തന്നെയാണ് വലുത്, അതിന് ശേഷമേ ഉള്ളൂ രാഷ്ട്രം. ഭാരതത്തിൽ ഇതേപോലെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അവർക്ക് രാഷ്ട്രമാണ് വലുത്. ഇന്ന് നമുക്കറിയാം ഈ ശ്രീ OIC പോലുള്ള ആളുകൾ പോലും, അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ ഉമർ അബ്ദുള്ള, ഇവരെല്ലാവരും രാഷ്ട്രത്തിന് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുമ്പോൾ, സൽമാൻ ഖുർഷിദ് പോലുള്ള ആളുകൾ ഭാരതം ചെയ്തതിനെ ന്യായീകരിക്കുമ്പോൾ, 370 അബ്രഗേഷൻ വളരെ ഇഫക്റ്റീവായിരുന്നു എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ മലയാളികൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇടപെട്ടിരുന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ആ അന്വേഷണം എന്ന് പറയുന്നത് ഇവരുടെ എന്ത് മനോവിചാരമാണ് അവർക്കുണ്ടായിട്ടുള്ളത്, എന്ത് വികാരമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളത്. അറ്റ്ലീസ്റ്റ് അതിനകത്ത് ഒരാൾക്കെങ്കിലും ഇറങ്ങിപ്പോകാൻ തോന്നിയില്ലേ, അല്ലെങ്കിൽ അതിനെ പ്രതിഷേധിക്കാൻ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു മനുഷ്യൻ പോലും ഈ പറയുന്ന ക്യൂബ എന്ന് പറയുന്ന സംഘടനയിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈക്വലി ഇവരെല്ലാവരും പാർട്ടീസാണ്. ഇവരുടെ എല്ലാവരും ഒരു വലിയ തോതിലുള്ള ഗൂഢാലോചനയുടെ പുറത്തുണ്ട്. അല്ലെങ്കിൽ നാച്ചുറലി ഇപ്പം ഞാൻ ആ ഒരു കൂട്ടായ്മയിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ ഈ മെമ്മറി സ്റ്റെപ്സ് 2025 ഞാൻ അതിനകത്ത് ഭാഗമായിരുന്നെങ്കിൽ, ഞാൻ നിശ്ചയമായും അവിടെ ഒരു പ്രതിഷേധമുണ്ടാക്കിയേനെ. അതിനൊരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വിസ്മയം എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പായിരുന്നു ഈ ഹമാസിന്റെ നേതാക്കൾ ഇവിടെ വീഡിയോ കോൺഫറൻസിലൂടെ പല പരിപാടികളിലും പങ്കെടുക്കുകയായിരുന്നു, കേരളത്തിലല്ല. അപ്പോൾ അതിന് സമാനമായാണ് ഇപ്പോൾ മലയാളികൾ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അഫ്രീദി പങ്കെടുത്തു. ഇതൊരു ന്യൂനപക്ഷമായിരിക്കും ചെയ്യുന്നത്, കുറച്ച് ജനങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ നാണക്കേട് മുഴുവൻ കേരളത്തെ ബാധിക്കും. അതെ, ഇത് ഇന്ന് ഇപ്പം നമ്മുടെ എക്സിൽ, അതായത് പഴയ ട്വിറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, മലയാളിക്ക് വാസ്തവം പറഞ്ഞാൽ തല ഉയർത്തി നിൽക്കാൻ, ഇത് കേരളമാണ് എന്ന് പറയുന്നതിൽ നമുക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ന് ഇല്ലാതാകുന്ന ഒരു നടപടി തന്നെയാണ് ഈ ഒരൊറ്റ ഇവൻ്റ് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ദോഷം. അത് എക്രോസ് ബോർഡ് എല്ലാ രാഷ്ട്രങ്ങളും അഭിനന്ദിച്ചില്ലെങ്കിൽ പോലും, നേരിട്ടൊരു അഭിനന്ദനം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, ഭാരതത്തിനെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണുന്നൊരു സമയം, കൊളംബിയ അവരുടെ ഈ പറയുന്ന അനുശോചനം പോലും പിൻവലിച്ച ഒരു സമയം, ഈ സമയത്ത് കേരളത്തിൻ്റെ ഒരു എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ പഠിച്ച് വിവരമുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭാരതത്തിന് അഗൻസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത്, അതും കേരളത്തിൻ്റെ ട്രഡീഷണൽ ചെണ്ട കൊട്ടി അവരെ ആദരിച്ചു എന്നൊക്കെ പറയുന്നത് വാസ്തവമായി തലകുനിക്കേണ്ട ഒരു മലയാളി എന്നുള്ള നിലയിൽ വളരെ 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 മോശമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഇതിന് ലീഗലായിട്ട് എന്ത് ചെയ്യാമെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഇതിനകത്ത് ഡെഫിനറ്റായിട്ടും ഒരു അന്വേഷണം വേണം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ഇവർക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് എങ്കിലും നമ്മൾ ഭാരതത്തിൻ്റെ സർക്കാർ, കേരളത്തിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു നാണക്കേടുണ്ടാക്കിയത്. അപ്പം കേരള സർക്കാർ ഇത് ഡെഫിനറ്റായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണെന്നും അതിന് ഡെഫിനറ്റായിട്ടുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ പറഞ്ഞാൽ നമുക്ക് എക്കണോമിക്കായിട്ടുള്ള ഇമ്പാക്റ്റ് വരും. പലർക്കും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഇതൊരു റോങ് മെസ്സേജാണ് വേൾഡിനുള്ള. ഇത് വേൾഡ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനി ദിനപത്രങ്ങൾ മുഴുവൻ ഇത് ആഘോഷിച്ചു കഴിഞ്ഞു. അവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതായത് ആ ഒരു രീതിയിൽ അപ്പോൾ കേരളത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വളരെ കൂടുതൽ വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ത്രെഷോൾഡിലേക്ക് നിൽക്കുന്ന സമയത്ത് ആളുകൾ ഒന്ന് ആലോചിക്കും. നമുക്കറിയാം ഇന്ന് യൂറോപ്പിലും മറ്റുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ഇസ്ലാമിക ഒരു ടെററിസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ട് എന്ന് തോന്നിയാൽ ഒരു പക്ഷേ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള, ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറിയ ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള ആളുകളായിരിക്കാം ഇത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന നമ്മളെല്ലാവരും, ആ മലയാളി സമൂഹം മുഴുവൻ ഇത് അനുഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല, ഇതിന് വലിയ തോതിലുള്ള കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് ഇമ്പാക്റ്റ് നമുക്കുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.